Lighter to Lighten Marthoma Study Forum. കർത്താവിൽ പ്രിയരെ, ലൈറ്റർ ടു ലൈറ്റൺ മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 242ാമത് ലൈവ് വെബിനാറ് ഇപ്പോൾ ഇവിടെ സമാരംഭിക്കുന്നു. നമ്മളെ ഓരോ വെബിനാറും ആരംഭിക്കുന്നത് പാട്ടുപാടി പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ. ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്ന് പാട്ടുപാടുവാനായിട്ട് നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ അഡ്മിന്മാരിൽ ഒരാളായ ശ്രീ ബെന്നി തോമസ് പരിമണമാണ്. അദ്ദേഹം നോർത്ത് കരോളിന ചർച്ചിലെ അംഗമാണ്, അമേരിക്കയിലാണ്. അദ്ദേഹം നമ്മുടെ അഡ്മിന്മാരിൽ ഒരാൾ കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ വെബിനാറിന്റെ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം അദ്ദേഹമാണ് വേണ്ട രീതിയിൽ ക്രമീകരിക്കുന്നത്. അദ്ദേഹം നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ്. ചെറുപ്പത്തിലെ ആകാശവാണിയിൽ വരെ പാട്ടുപാടാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് പാട്ടുപാടി അതിനുശേഷം പ്രാർത്ഥിക്കുന്നതുമായിരിക്കും. ശ്രീ ബെന്നി തോമസ് പരിമണത്തിനെ ഇപ്പോൾ പാട്ടുപാടുവാനായിട്ട് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു വിൽസൺ സാർ. വന്ദനമേശുപാര നിനക്കെന്നും വന്ദനമേശുപാര, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവാ, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവാ. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ, തന്ന നിന്നുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ, തന്ന നിന്നുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ. നിൻരുധിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവപുതുവഴിയാ, നിന്നടിയാർക്കു പിതാവിൻ സന്നിധൗ വന്നിടാമേ സതതം, നിന്നടിയാർക്കു പിതാവിൻ സന്നിധൗ വന്നിടാമേ സതതം. നീയൊഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളു ജീവനാഥ, നീയൊഴികെ ഈഹത്തിൽ മറ്റാരുമില്ലാഗ്രഹിപ്പാൻ പരനേ, നീയൊഴികെ ഈഹത്തിൽ മറ്റാരുമില്ലാഗ്രഹിപ്പാൻ പരനേ. വന്ദനമേശുപാര നിനക്കെന്നും വന്ദനമേശുപാര, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവാ, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവാ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലൈറ്റർ ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 242ാമത്തെ വെബിനാറായി കൂടുവാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 241 വെബിനാറുകൾ ഭംഗിയായി നടത്തുവാനായിട്ട് ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ദൈവമേ ഒരു നോമ്പ് കാലത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. കർത്താവേ,
ദൈവമേ, ഈ നോമ്പ് കാലത്ത് ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ഇഷ്ടമുള്ള നോമ്പ് എന്നതിനെപ്പറ്റി ബഹുമാനപ്പെട്ട ഡോക്ടർ ജി വർഗീസ് അച്ഛനിലൂടെ കർത്താവെ ഞങ്ങൾ ഇന്ന് കേൾക്കുവാനായിട്ട് പോവുകയാണല്ലോ കർത്താവെ. ദൈവമേ, അവിടുത്തെ വചനം കേൾക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മ കൃപയിൽ നിന്നുകൊണ്ട് സംസാരിപ്പാൻ തക്കവണ്ണം അച്ഛനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. കർത്താവെ, ഇന്ന് മോഡറേറ്ററായിട്ടിരിക്കുന്ന പി മാത്യു അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മീറ്റിംഗ് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള കൃപ ദൈവമേ അവിടുന്ന് കൊടുക്കണമേ. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന കർത്താവെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമാ സ്റ്റഡി ഫോറത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കുമായി ദൈവത്തിന് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ഈ മീറ്റിങ്ങുകളും കൂടിവരവുകളുമൊക്കെയും ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് മുഖാന്തരമായി തീരുവാൻ ഇടയാക്കുമാറാകണമേ. കർത്താവെ, ഈ നോമ്പ് കാലങ്ങൾ കർത്താവെ, ഈ സഹനത്തിൻ്റെ നാളുകൾ കർത്താവെ, ചില നന്മകൾ ആർജിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് അടിയങ്ങളെ സഹായിക്കുമാറാകണമേ. പ്രത്യേകിച്ച് പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിയെ അടുത്തെറിഞ്ഞ് പ്രകൃതിയോട് ചേർന്ന് ജീവിപ്പാനുള്ള കൃപ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവെ, ദൈവത്തോടുള്ള അടുപ്പം കൂട്ടുവാനായിട്ട് ഞങ്ങളുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള അവസരമായിട്ട് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ അഹംഭാവത്തെയൊക്കെ മാറ്റുവാനായിട്ട് കർത്താവെ, ഞങ്ങളുടെ സംസാരമൊക്കെ നന്മയുള്ളതായി തീരുവാനായിട്ട് കർത്താവെ, ഈ നോമ്പുകാലം ഞങ്ങൾക്ക് ഇടയാക്കുമാറാകണമേ. ആദ്യോടൊന്നും ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമേ. പ്രാർത്ഥന ഘടത്തിനായി സ്തോത്രം. യേശു കർത്താവ് മൂലം താഴ്മയെ യാചിക്കുന്നു. പിതാവെ, കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു വെരി മച്ച്. ബെന്നി സാർ വളരെ മനോഹരമായിട്ട് ഗാനം ആലോപിച്ചു. അതുപോലെ തന്നെ അർത്ഥപൂർണമായ ഒരു പ്രാർത്ഥനയും നടത്തി. തീർച്ചയായിട്ടും സന്തോഷം അറിയിക്കുന്നു. ഇന്ന് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. മാർത്തോമ സഭയിലെ വളരെ സീനിയറായ ഒരു പട്ടക്കാരനാണ് ഇന്ന് നമുക്ക് പ്രഭാഷണം നൽകുന്നത്. ബഹുമാനപ്പെട്ട റവറൻ ഡോക്ടർ ജി വർഗീസ് അച്ഛൻ. ഞാൻ പലവട്ടം ഈ വേദിയിലേക്ക് ക്ഷണിച്ചതാണ്. പല വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളാൽ ഒഴിഞ്ഞു മാറിയതാണ്. പക്ഷെ ഇന്ന് ഈ വിഷയത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും മികച്ച ഒരാൾ അച്ഛനാണെന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ അച്ഛനെ ഇന്ന് നിർബന്ധപൂർവം ഈ വേദിയിലേക്ക് ക്ഷണിക്കുമായിരുന്നു. അതുപോലെ അച്ഛൻ പ്രഭാഷണം നടത്തുമ്പോൾ നമുക്ക് തക്കതായ ഒരു സീനിയർ പട്ടക്കാരൻ തന്നെ മോഡറേറ്റർ ആകണമെന്നുള്ള എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടിയാണ് പി മാത്യു അച്ഛനെ ഇന്ന് മോഡറേറ്ററായിട്ട് ക്ഷണിച്ചത്. കാരണം മാർത്തോമാ സഭയിലെ വൈദിക അധ്യാപകനായിട്ട് എൻ്റെ ഒരു അറിവനുസരിച്ച് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ വൈദിക കോളേജുകളിൽ കൂടി പഠിപ്പിച്ച ഒരു വ്യക്തിയാണ്, അധ്യാപകനായി ശോഭിച്ച ഒരു പട്ടക്കാരനാണ് പി മാത്യു അച്ഛൻ. പി മാത്യു അച്ഛൻ നമ്മുടെ സന്തത സഹചാരിയാണ് ഈ ലൈറ്റർ ടു ലൈറ്റർ മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ. മിക്കവാറും അച്ഛൻ അവൈലബിൾ ആണെങ്കിൽ അച്ഛന് പ്രഭാഷണത്തിന് കയറിയിരിക്കും. അത്രയ്ക്ക് എല്ലാ കാര്യത്തിലും നമ്മുടെ ഫോറത്തിലാണെങ്കിലും നല്ല റൈറ്റിംഗ്സ് എഴുതുന്ന അച്ഛനാണ്. അങ്ങനെ അച്ഛന് ഇന്ന് ഈ വേദിയിലെ മോഡറേറ്ററായിട്ട് അച്ഛൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛനെ ഹൃദയത്തിന്റെ പൂർവ്വം ഇന്നത്തെ ഈ വെബിനാർ മോഡറേറ്റ് ചെയ്യുവാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ ജി വർഗീസ് അച്ഛൻ, ബഹുമാനപ്പെട്ട വിൽസൺ കരിമ്പന്നൂർ, ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാ സ്നേഹിതരുമേ, ദൈവനാമത്തിൽ എല്ലാവർക്കും വന്ദനം. എനിക്കിന്ന് ഇങ്ങനെ ഇവിടെ ആയിരിക്കാൻ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തിന് നന്ദി സ്തോത്രം അർപ്പിക്കുന്നു. എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട വിൽസനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇന്ന് എനിക്ക് വളരെ ബുദ്ധിമുട്ട് ഉള്ള ഒരു ദിവസമായിരുന്നു. ഇന്ന് സംബന്ധിക്കാൻ ഒക്കുമെന്ന് തന്നെ സംശയമായിരുന്നു. എന്നാൽ ജി വർഗീസ് അച്ഛനാണ് എന്ന് ഉള്ള ഓർത്തുകൊണ്ട് എന്നെ ഇതിനായിട്ട് ക്ഷണിച്ചപ്പോൾ, എന്നാൽ എൻ്റെ മറ്റ് കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ന് ഇതിന് ചേരുവാനാണ് ഇടയായി തീർന്നത്. അതിന് ഇടയാക്കിയ ദൈവത്തിന് വീണ്ടും നന്ദി അർപ്പിക്കട്ടെ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും, ബഹുമാനപ്പെട്ട പട്ടക്കാരെയും ആത്മായ പ്രവർത്തകരെയും എല്ലാ സ്നേഹിതരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാട്ടും പ്രാർത്ഥനയും നടത്തിയ ബഹുമാനപ്പെട്ട ബെന്നി പരിമണത്തിനോടുള്ള സ്നേഹം അറിയിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജി വർഗീസ് അച്ഛനെ കുറിച്ചുള്ള റൈറ്റപ്പ് ഇതിനകത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മളെല്ലാവരും വായിച്ചു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ
പട്ടക്കാരൻ ആയി ആദ്യം പ്രവർത്തനത്തിന് പോയത് പാറ്റ്നയിലാണ്. അന്ന് ബഹുമാനപ്പെട്ട ജീവറീസ് അച്ഛൻ അവിടെ റോർക്കയിലാണ്. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഈസ്റ്റേൺ സോണിലെ ഒരുമിച്ചുള്ള ക്യാമ്പുകളിലും മറ്റ് പ്രവർത്തനങ്ങളിലായി. അന്ന് മുതൽ അച്ഛനോടുള്ള വലിയ ബഹുമാനവും സ്നേഹവും കൊണ്ട് ഞങ്ങൾക്ക് പരസ്പരം അങ്ങനെയാണ്. അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ മറ്റു പല കാര്യങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട വിൽസൺ തന്നിട്ടുണ്ടല്ലോ. അച്ഛൻ വളരെ നല്ലൊരു ഇടവക പട്ടക്കാരനാണ്, നല്ലൊരു ഇടയ ശുശ്രൂഷ നിർവഹിക്കുന്ന അച്ഛനാണ്. വെറുതെ മോസ്തുതി ഒന്നും പറയുന്നതല്ല, ഞാനങ്ങനെ മോസ്തുതി ആരെക്കുറിച്ചും പറയാറില്ല. എന്നാൽ അത് അടുത്തറിയാവുന്ന എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ് അച്ഛനെ സംബന്ധിച്ച്. അതുപോലെ നല്ലൊരു അധ്യാപകനാണ്, നന്നായിട്ട് ആശയവിനിമയം ചെയ്യുവാൻ കഴിവുള്ള, തിയോളജിക്കൽ ബിബ്ലിക്കൽ സബ്ജക്ട്സ് നന്നായിട്ട് കൈകാര്യം ചെയ്യുവാനും പഠിപ്പിക്കുവാനും കഴിവുള്ള ബഹുമാനപ്പെട്ട ജീവറീസ് അച്ഛൻ. അച്ഛൻ നന്നായിട്ട് ചിന്തിച്ച കാര്യങ്ങൾ എഴുതുവാനും പ്രതിഫലിപ്പിക്കാനും കഴിവുള്ള പട്ടക്കാരനാണ്. അതിൽ നല്ലൊരു ചിന്തകൻ കൂടെയാണ്. മാർത്തോമാ സഭയുടെ ഭാവിയെക്കുറിച്ച് വളരെ താല്പര്യവും കരുതലുമുള്ള പട്ടക്കാരനാണ് ബഹുമാനപ്പെട്ട ജീവറീസ് അച്ഛൻ. ഇതൊക്കെയാണ് ഞാൻ അച്ഛനെ കുറിച്ച് പ്രത്യേകമായിട്ട് ഓർക്കുന്നത്. അതുപോലെ ഈ പല ദുഷ്പ്രവണതകളും അച്ഛനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു പട്ടക്കാരൻ എങ്ങനെ ആയിരിക്കണം, വ്യക്തിപരമായ ജീവിതവും കുടുംബ ജീവിതവും സാമൂഹിക ജീവിതവും ഒക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് വളരെ ശ്രദ്ധയോടുകൂടെ വീക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ഒരു പട്ടക്കാരനാണ്. ആ കാര്യത്തിലൊക്കെ എനിക്ക് അച്ഛനെ കുറിച്ച് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛനെ ഈ മീറ്റിങ്ങിലേക്കും അതുപോലെ ഇന്നത്തെ ടോക്കിലേക്കും സ്വാഗതം ചെയ്യാനായിട്ട് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ വിഷയം ഉപവാസത്തിൻ്റെ പ്രത്യേകമായ വിഷയമാണല്ലോ. നോമ്പ് കാലമായതിനാൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ വലിയ നോയമ്പ് 25 നോയമ്പ് എന്നൊക്കെയായിരുന്നു പറയുന്നത്. ഇപ്പം നോമ്പ് എന്നാണ് പറയുന്നത്. ഈ വാക്കുകളെ കുറിച്ചുള്ള പ്രത്യേക അർത്ഥമൊന്നും എനിക്കറിയത്തില്ല. പി മാത്യു അച്ഛന്റെ അസാന്നിധ്യത്തില് നെറ്റിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട റവറൻ ഡോക്ടർ ജി വർഗീസ് അച്ഛന് പ്രഭാഷണം അവതരിപ്പിക്കുവാനായിട്ട് വളരെയധികം ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്തോളൂ. താങ്ക് യു. പ്രിയപ്പെട്ട ഇന്നത്തെ മോഡറേറ്റർ പി മാത്യു അച്ഛൻ, ലൈറ്റ് ടു ലൈറ്റൻ എന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻസ്, മെമ്പേഴ്സ്, ഇന്ന് 242ാമത്തെ വെബിനാറിൽ സംബന്ധിക്കുവാനായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം ഞാൻ ആദ്യം തന്നെ അറിയിക്കുന്നു. ബോധന എന്ന പ്ലാറ്റ്ഫോമിൽ ഒരിക്കൽ ബൈബിൾ സ്റ്റഡി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഓൺലൈനിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ എനിക്ക് അല്പം പ്രയാസമുള്ള ആളാണ്. എന്തോ ഒരു ബ്ലോക്ക് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള ക്ലാസ്സുകൾ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നിരസിക്കുകയാണ് പതിവ്. ശ്രീ വിൽസൺ സൂചിപ്പിച്ചതുപോലെ മുൻപും ആവശ്യപ്പെട്ടിട്ടുണ്ട്, എന്നാൽ അന്നൊക്കെ ഞാൻ നിരസിച്ചു. എന്നാൽ ഈ ചൊവ്വാഴ്ച എന്നോട് ശ്രീ വിൽസൺ ആവശ്യപ്പെട്ടപ്പോൾ അത് നിരസിക്കാനായിട്ട് സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം എത്ര ഒഴികഴിവ് പറഞ്ഞിട്ടും എന്നെ വിടാതെ വിൽസൺ പിടിച്ചതാണ് ഈ ഒരു വിഷയം അവതരിപ്പിക്കാനായിട്ട് ഞാൻ സംഗതിയാക്കിയത് എന്ന് ആദ്യം തന്നെ പറയട്ടെ. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷനിലുള്ള ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് എന്ന് എനിക്കൊരു ഇൻഹിബിഷൻ ഉള്ളത് കൊണ്ട്, ഒരു ബ്ലോക്ക് ഉണ്ടെന്നൊരു തോന്നൽ ഉള്ളത് കൊണ്ട് തന്നെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദയവായിട്ട് നിങ്ങളത് ക്ഷമിക്കണം എന്ന് ആദ്യം തന്നെ ഞാൻ പറയുകയാണ്. കോവിഡ് നമുക്ക് നൽകിയ നന്മകളിൽ പ്രധാനം ആണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ധാരാളമായ ഉപയോഗം
എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് ഏത് വിഷയത്തെക്കുറിച്ചും പഠിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന സംവിധാനത്തിന് സാധ്യത നമുക്ക് തുറന്നു തന്നത് കോവിഡ് ആണ് എന്ന് നമ്മൾ സമ്മതിക്കുമല്ലോ. ഈ ലൈറ്റ് ടു ലൈറ്റൻ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇത് 242ാമത് വെബിനാർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 241 വെബിനാർ ഭംഗിയായി അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു. അത് കേൾക്കുവാനുള്ള അവസരം അനേകർക്ക് ലഭിച്ചു എന്നത് നിശ്ചയമായും സന്തോഷിക്കേണ്ട കാര്യമാണ്. പ്രയോജനപ്പെടുത്തുന്ന ഏവരോടും ഉള്ള സന്തോഷം ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. അനേക വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇപ്പോൾ ഉണ്ടല്ലോ. പൊതുവെ എൻ്റെ ഒരു വിലയിരുത്തൽ, വേദപുസ്തകം ഗൗരവമായി പഠിക്കാൻ താല്പര്യമുള്ളവരും സഭയുടെ ക്രമങ്ങളെക്കുറിച്ച്, സഭയുടെ ജീവിതത്തെക്കുറിച്ച്, ജീവിത അനുഭവങ്ങളെക്കുറിച്ച്, ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരും ഇതൊക്കെ വളരെ ഗൗരവത്തോടെ കാണുന്നവരുമായ ആളുകൾ സഭയിൽ ഉണ്ട് എന്ന് ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ ഉള്ള പങ്കാളിത്തത്തിലൂടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ദൈവത്തിന് ഇഷ്ടമുള്ള നോമ്പ്, ലെന്റ് ദാറ്റ് പ്ലീസസ് ഗോഡ് എന്ന വിഷയം എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്. ഇത് നമുക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നോമ്പ് എന്ന വാക്ക് പഴയ മലയാളത്തിലെ 2 വാക്കുകൾ ചേർന്ന് രൂപപ്പെട്ടതാണ് എന്ന് പറയുന്നു. നോയ് എന്നും അൻപ് എന്നുമുള്ള 2 വാക്കുകൾ. നോയ് എന്നാൽ വേദനയെന്നും അൻപ് എന്നാൽ സ്നേഹം എന്നുമാണ് അർത്ഥം. അതായത് ദൈവ സ്നേഹ പ്രേരണയാൽ നാം കഷ്ടവും നഷ്ടവും സ്വമേധയാ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നതാണ് നോമ്പ്. യൂഹാനൻ മാർത്തോമ ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് ഇടയ്ക്കിടെ സെമിനാരി സന്ദർശിക്കുകയും വേണ്ടുന്ന പ്രബോധനങ്ങൾ നൽകുകയും ചെയ്യുമായിരുന്നു. ഒരു നോമ്പ് കാലത്തിന് മുൻപ് തിരുമേനി വന്നപ്പോൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. പട്ടിണിയും ഉപവാസവും തമ്മിലുള്ള വ്യത്യാസം, പട്ടിണി തെരഞ്ഞെടുപ്പല്ല, ഗത്യന്തരമില്ലാതെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ ഉപവാസം ഒരു തെരഞ്ഞെടുപ്പാണ്. പട്ടിണിയുടെ തീവ്രത സ്വയം അറിയുവാനും അങ്ങനെ ആയിരിക്കുന്നവരോട് താതാത്മ്യം പ്രാപിക്കാനുമുള്ള തെരഞ്ഞെടുപ്പ്. വലിയ നോമ്പ് കഴിയുമ്പോൾ നമ്മുടെ സഭയിൽ ഉപോക്ഷണ വാര ശേഖരണമുണ്ട്. നിങ്ങളുടെ സുഭിക്ഷതയിൽ നിന്നും നൽകേണ്ടതല്ല അത്. ദിവസം ഒരു നേരമെങ്കിലും ആഹാരം വെടിഞ്ഞു വേണം അത് നൽകാൻ. അപ്പോഴാണ് നോമ്പ് ആധ്യാത്മിക അനുഭവം ആകുന്നത്. ഒരാളുടെ വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുവാനും രൂപാന്തരപ്പെടുത്തുന്ന ദൈവിക ആലോചനയ്ക്ക് വിധേയപ്പെടുവാനുമുള്ള കാലമാണ് നോമ്പ്. മിക്കവാറും എല്ലാ മതങ്ങളിലും ദിവസങ്ങളുടെയും രീതികളുടെയും ഏറ്റക്കുറച്ചിലൂടെ നോമ്പ് ആചരിക്കാറുണ്ട് എന്ന് നമുക്കറിയാം. ഇസ്ലാം മതവിശ്വാസികൾ റമദാൻ നോമ്പ് വളരെ ഗൗരവത്തോടെ കാണുന്നു എന്ന് നമുക്കറിയാം. യഹൂദരുടെ യോം കിപ്പൂർ പാപപരിഹാര ദിനം, ഹിന്ദുക്കളുടെ വ്രതദിനങ്ങളായ ശിവരാത്രി, ഏകാദശി തുടങ്ങിയ ദിവസങ്ങൾ ഒക്കെ
ഇതിന് ഉദാഹരണങ്ങൾ ആണ്. ക്രിസ്തു സഭയുടെ നോമ്പ് പരിശോധിക്കുമ്പോൾ ക്രിസ്തീയ സഭകളിൽ വിവിധങ്ങളായ ആചാര അനുഷ്ഠാനങ്ങൾ ഉള്ളതുപോലെ നോമ്പ് ആചരിക്കുന്ന കാര്യത്തിലും വ്യത്യസ്ത രീതികളും വ്യത്യസ്ത സമയക്രമങ്ങളുമാണ് ഉള്ളത്. എല്ലാ സഭകളും എല്ലാവിധ നോമ്പുകളും ആചരിക്കുന്നില്ല. ഉദാഹരണം, കേരളത്തിലെ ഓർത്തഡോക്സ് സിറിയൻ കത്തോലിക്ക സഭകൾ 8 നോമ്പ് സെപ്റ്റംബർ 1 മുതൽ 8 വരെ ആചരിക്കുന്നു. മാർത്തോമാ സഭ അത് ആചരിക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ ജനനത്തിലൂടെ ലഭ്യമായ രക്ഷയുടെ മഹത്വം ധ്യാനിക്കാനും കർത്താവിന്റെ പീഡാനുഭവവും മരിച്ചവരിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പും സകല സൃഷ്ടിക്ക് നൽകുന്ന വീണ്ടെടുപ്പും ധ്യാനിക്കാനും മനനം ചെയ്യാനും അതിലൂടെ ആത്മിക നവീകരണം തേടുവാനും ആന്തരിക സൗഖ്യം നേടുവാനും ഈ മുഖാന്തരങ്ങളിലൂടെ ക്രിസ്തു അനുരൂപികളാകുവാനുമാണ് നോമ്പുകാലം പ്രധാനമായി വേർതിരിച്ചിരിക്കുന്നത്. ഈസ്റ്റർ ആഘോഷത്തിന് ഒരുക്കമായി നടത്തപ്പെടുന്ന വലിയ നോമ്പ് പൗരസ്ത്യ സഭകളിൽ 50 ദിവസവും പാശ്ചാത്യ സഭയിൽ 40 ദിവസവുമാണ് ആചരിക്കുന്നത്. പൗരസ്ത്യ സഭ യേശുവിന്റെ മരുഭൂമിയിലെ ഉപവാസകാലമായ 40 ദിവസം കൂടാതെ 10 ദിവസം കർത്താവിന്റെ പീഡാനുഭവ ഓർമ്മ സജീവമാക്കാൻ വേർതിരിച്ചിരിക്കുന്നു. വിശ്വാസികൾ ഉപവാസം, ആശകളെ നിയന്ത്രിക്കൽ, ആഹാരവർജനം, ആഡംബരങ്ങൾ ഒഴിവാക്കൽ എന്നിവയിലൂടെ നോമ്പ് ആചരിക്കുന്നു. നോമ്പുകാലം ഇറച്ചിയും മീനും വർജിക്കുക എന്നതാണ് പൊതു തത്വം. എന്നാൽ നോമ്പിന് എന്തൊക്കെ വർജിക്കണം എന്നതിന് കൃത്യമായ രൂപരേഖയൊന്നുമില്ല. കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച വലിയ നോമ്പ് നമസ്കാര ക്രമത്തിൽ സഭാ സെക്രട്ടറിയുടെ കുറിപ്പിൽ ഒരു വാചകം പ്രസക്തമാണ്. ഭൗതികമായ ആഹാര പദാർത്ഥങ്ങളുടെ വർജനം എന്നതിലുപരി ആത്മീക കാര്യങ്ങളുടെ ആർജനം കൂടി സാധ്യമാക്കണം. ആധ്യാത്മികമായി അഭ്യുന്നതയും പക്വതയും പ്രാപിക്കുന്നതിനുള്ള അവസരമായി നോമ്പുകാലം മാറുമ്പോഴാണ് നോമ്പാചരണം അർത്ഥവത്താകുന്നത്. അൺകോട്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ സഭ കാർബൺ ഫാസ്റ്റിംഗ് ദിനങ്ങളായി വേർതിരിച്ചത് ഓർക്കുമല്ലോ. ഈ വർഷം ഒരു ഫാസ്റ്റിംഗ് കലണ്ടർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ലൈഫ് ലെൻറ്റ് എന്ന് പൊതുനാമകരണം നൽകി ലൈഫ് ആൻഡ് വാട്ടർ, ലൈഫ് ആൻഡ് ഹെൽത്ത്, ലൈഫ് ആൻഡ് സാബത്ത്, ലൈഫ് ആൻഡ് ഫുഡ്, ലൈഫ് ആൻഡ് ഡിസാസ്റ്റർ, ലൈഫ് ആൻഡ് ഓപ്റ്റിക്സ്, ലൈഫ് ആൻഡ് ഡെത്ത് എന്നിങ്ങനെ ഓരോ ആഴ്ചയിലും ഓരോ വിഷയങ്ങളാണ് പഠനവിധേയമാക്കുന്നത്. ലൈഫ് ആൻഡ് വാട്ടർ എന്ന ആദ്യത്തെ പഠനം കഴിഞ്ഞ ബുധനാഴ്ച നടന്നത് നിങ്ങൾ ചിലരെങ്കിലും അതിൽ സംബന്ധിച്ചു എന്ന് കരുതുകയാണ്. നോമ്പ് വേദപുസ്തകത്തിൽ ലെന്റ് എന്ന വാക്ക് ഇംഗ്ലീഷ് ബൈബിളിൽ ഉപയോഗിച്ച് കാണുന്നില്ല. സൂം എന്ന ഹീബ്രുവിലും നെസ്റ്റസ് എന്ന ഗ്രീക്കിലും ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഫാസ്റ്റിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. മലയാളം ബൈബിളിൽ യെശയ്യാവ് 58 നാം നോമ്പ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതായി കാണുന്നത്. മറ്റെല്ലാ സ്ഥലങ്ങളിലും ഉപവാസം എന്ന പദമാണ് മൂലഭാഷയുടെ തർജ്ജമയായി നമുക്ക് കാണാൻ കഴിയുക. പഴയ നിയമം പല രീതിയിലുള്ള ഉപവാസം പഴയ നിയമത്തിൽ കാണാം. ശൗലിന്റെ മരണശേഷം സഹപ്രവർത്തകർ 7 ദിവസവും 1 ശമൂവേൽ 31:13, ദാവീദും അനുയായികളും സന്ധ്യ വരെയും 2 ശമൂവേൽ 1:12 ഉപവസിച്ചു എന്ന് നാം വായിക്കുന്നു. ചെയ്ത തെറ്റിന് ശിക്ഷയുണ്ടാകുമെന്ന് അറിവ് ലഭിച്ചപ്പോൾ ആഹാബ് ചാക്കു വസ്ത്രം ധരിച്ച് ഉപവസിച്ചു എന്ന് 1 രാജാക്കന്മാർ 21 അധ്യായം 27 വാക്യത്തിൽ നാം കാണുന്നുണ്ട്. യഹൂദ ജനത്തിന് ജീവനാശം സംഭവിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞ എസ്തർ 3 ദിവസത്തെ ഉപവാസത്തിന് ആഹ്വാനം നൽകി. എസ്തർ 4:16.
ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം കരുണയോടെ ഉത്തരം നൽകുകയും ചെയ്തു. ചില പ്രത്യേക അവസരങ്ങളിൽ സമൂഹം മുഴുവൻ ഉപവസിക്കുന്ന മറ്റുദാഹരണങ്ങളും ബൈബിളിലുണ്ട്. ഉദാഹരണം ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 26-ാം വാക്യം, 1 ശമൂവേൽ 7:6, യോന 3:5, ദാനിയേൽ 10:23. ദൈവ സാന്നിധ്യ അനുഭവത്തിൽ മോശയും ഏലിയാവും 40 ദിവസം ഉപവസിച്ചുവെന്നും നാം വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപുള്ള 40 ദിവസം ഉപവാസം മരുഭൂമിയിലായിരുന്നുവെന്ന സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ടല്ലോ. ഈ പഠനത്തിന്റെ അവസാന ഭാഗത്ത് ഇതിന്റെ വിശദീകരണം നടത്താം. ഗിരിപ്രഭാഷണത്തിൽ യേശു പഠിപ്പിക്കുന്നത്, ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും എന്നാകുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഉപവാസം പ്രാർത്ഥനയും ദാനധർമ്മവും പോലെയാണ് എന്ന് സൂചിപ്പിക്കുന്നു. അതായത് പിതാവിനെ പ്രസാദിപ്പിക്കുന്നതിനായി ചെയ്യുന്ന നീതി പ്രവൃത്തിയാണ് പ്രാർത്ഥനയും ദാനധർമ്മവും പോലെ ഉപവാസവും. യോഹന്നാന്റെ ശിഷ്യന്മാർ ഒരിക്കൽ കർത്താവിന്റെ അടുക്കൽ വന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത്? അതിന് കർത്താവിന്റെ ഉത്തരം, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല. മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും എന്നാണ്. ആദിമ സഭയിൽ അന്ത്യോക്യ സഭ ബർന്നബാസിനെയും ശൗലിനെയും ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചപ്പോൾ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അവരുടെ മേൽ കൈവച്ച് അവരെ അയച്ചുവെന്ന് അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഗലാത്യയിലെ സഭ മൂപ്പന്മാരെ നിയോഗിച്ചപ്പോഴും ഉപവസിച്ച് തീരുമാനമെടുത്തുവെന്ന് അപ്പോസ്തല പ്രവർത്തനം 14-ന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയും. എന്താണ് ദൈവത്തിന് ഇഷ്ടമുള്ള നോമ്പ് എന്ന് വിവരിക്കുന്ന ബൈബിളിലെ ബേസിക് ടെക്സ്റ്റ് ആണ് യെശയ്യാ പ്രവചനം 58-ാം അധ്യായം. ഈ അധ്യായത്തിൽ അവർ ആചരിക്കുന്ന നോമ്പിന്റെ കുറവ് എന്തെന്നും അവർ ആചരിക്കേണ്ട നോമ്പ് ഏത് വിധമായിരിക്കണമെന്നും വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. യെശയ്യാവ് 58. ഉറക്കെ വിളിക്ക, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബിന് ഗ്രഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കാം. എങ്കിലും അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ച് എന്റെ വഴികളെ അറിയുവാൻ ഇച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ചു. ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതെ ഇരിക്കുന്നത് എന്ത്? ഇതാ നിന്റെ നോമ്പ് നോൽക്കുന്ന ദിവസങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണം അല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോക്കുന്നത്. തുടർന്നുള്ള വാക്യങ്ങളിൽ എന്താണ് നോമ്പിൽ സംഭവിക്കേണ്ടത് എന്നാണ് വിവരിക്കുന്നത്. കൂടുതലുള്ളത് കൊണ്ട് ഞാൻ മൊത്തമായിട്ട് വായിക്കുന്നില്ല. ഈ അധ്യായത്തിൽ അവർ ആചരിക്കുന്ന നോമ്പിന്റെ കുറവ് എന്താണെന്നും അവർ ആചരിക്കേണ്ട നോമ്പ് ഏത് വിധമായിരിക്കണമെന്നും പ്രതിപാദിച്ചിരിക്കുന്നു. ദൈവത്തിന് നമ്മിൽ മതിപ്പുണ്ടാകുന്നത് നമ്മുടെ ഭക്തിയുള്ള മതവിശ്വാസം കാണുന്നത് കൊണ്ടല്ല.
നമ്മുടെ പ്രവൃത്തിയിൽ വെളിപ്പെടുന്ന ഭക്തി കണ്ടിട്ടാണ്. നാം അഭിനയ ഭക്തി വെടിഞ്ഞ് അനുഭവ ഭക്തിയുള്ളവരാകണം. നാം അഭിനയ ഭക്തി വെടിഞ്ഞ് അനുഭവ ഭക്തിയുള്ളവരാകണം. ബാഹ്യ ഭക്തിയിൽ ദൈവം പ്രസാദിക്കുമായിരുന്നു എങ്കിൽ അക്കാര്യത്തിൽ ഒരു യഹൂദനെ മറികടക്കാൻ മറ്റാർക്കും കഴിയുകയില്ല. കാരണം നിഷ്ഠയോടെ അവർ മതപരമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നവർ ആയിരുന്നു. എന്നിട്ടും അവരെ ദൈവം ശ്രദ്ധിക്കുന്നില്ല എന്ന പരിഭവമാണ് അവർക്കുണ്ടായിരുന്നത്. എന്തായിരുന്നു അവരുടെ പ്രശ്നം? ദൈവം തന്റെ പ്രവാചകൻ വഴി ഇസ്രായേലിയരോട് പ്രശ്നം എന്തെന്ന് പറയുന്നു. ഒന്നാമതായി, അവരുടെ പ്രവർത്തികളിലെ ഉദ്ദേശങ്ങൾ അവർ കരുതിയതുപോലെ നല്ലതായിരുന്നില്ല. രണ്ടാമതായി, അവർ ഉപവസിക്കുന്ന സമയത്ത് പോലും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുമായിരുന്നു. മൂന്നാമതായി, അവരുടെ നോമ്പിന്റെ കാഠിന്യം കൂടുന്നതനുസരിച്ച് ദൈവം അവരിൽ കൂടുതൽ പ്രസാദിക്കുമെന്ന ചിന്ത അവർക്കുണ്ടായിരുന്നു. തുടർന്ന് നോമ്പിൽ സംഭവിക്കേണ്ടത് എന്താണ് എന്ന് പ്രവാചകൻ അക്കമിട്ട് പറയുന്നുണ്ട്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, വിശപ്പുള്ളവന് അപ്പം നുറുക്കി കൊടുക്കുക, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ വീട്ടിൽ ചേർത്തുകൊള്ളുക, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുക, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുക. ഉപരിപ്ലവമായ മതപരമായ ആചാരങ്ങൾക്കപ്പുറത്തേക്ക് നീങ്ങാനും യഥാർത്ഥ ആത്മീയ പരിവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് യെശയ്യാവ് 58 നടത്തുന്നത്. ആരാധനയുടെയും ശിഷ്യത്വത്തിന്റെയും യഥാർത്ഥ ചൈതന്യം പ്രതിഫലിപ്പിക്കുന്ന സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുന്ന കർമ്മ പദ്ധതികൾക്ക് രൂപവും ഭാവവും നൽകുവാൻ നോമ്പ് ആചരണത്തിന് കഴിയണമെന്നാണ് പ്രവാചകൻ പറയുന്നത്. നോമ്പ് എന്തിനാണ്? അനുതാപമാണ് നോമ്പിന്റെ പ്രധാന ഉപാധി. ഭക്ഷണപാനീയങ്ങൾ വെടിയുക മാത്രമല്ല, കോപവും അസൂയയും എല്ലാം വെടിഞ്ഞു വേണം ഉപവസിക്കുവാൻ. ദുഃഖിതരിൽ സ്നേഹത്തിന്റെ കരം നീട്ടി അവരനെ സഹായിച്ച് സഹജീവികളെ സേവിച്ച്, ഇവിടെയാണ് ലൈഫ് ലെൻറ്റ്, കാർബൺ ലെൻറ്റ്, ഗ്രീൻ ലെൻറ്റ് എന്നിവയൊക്കെ പ്രസക്തമായി തീരുന്നത്. സഹജീവിയിൽ പ്രകൃതിയും വരുമെന്ന തിരിച്ചറിവ് ക്രിസ്തീയ ദർശനത്തിന്റെ കാതൽ ആണ്. അതുകൊണ്ട് സഹജീവികളെ സേവിച്ച് അലസത വെടിഞ്ഞ് അഗതികളെ കനിവോടെ സ്നേഹിച്ചു വേണം നോമ്പ് നോക്കാൻ. മനസ്സിലെ അനാവശ്യ ചിന്തകൾ അകറ്റി നിർമ്മലവും സുന്ദരവുമായ ചിന്തകൾ നിറയ്ക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദൈവവചന വെളിച്ചത്തിൽ ജീവിതത്തെ വിശകലനം ചെയ്ത് കുറവുകളെ കണ്ടെത്തി പുതിയ മനുഷ്യരായി തീരാനുള്ള സുവർണ അവസരമാണ് നോമ്പ് നമുക്ക് നൽകുന്നത്. ആത്മീയ തയ്യാറെടുപ്പിന്റെയും അനുതാപത്തിന്റെയും ഒരു കാലഘട്ടമാണ് നോമ്പിന്റെ കാലം. ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം എന്നിവയ്ക്കുള്ള സമയമാണിത്. നോമ്പിൽ നിന്ന് ഊർജം നേടണം. കാൽവറിയിലേക്കുള്ള സഞ്ചരിക്കാനുള്ള ഊർജം നമുക്ക് നോമ്പിൽ നിന്നാണ് കിട്ടേണ്ടത്. സ്വന്തം കുരിശെടുത്തുകൊണ്ട് ഇടറിയ കാലടിയോടെ രക്തമൊഴുകുന്ന ശരീരത്തിൽ വീഴുന്ന ചാട്ടവാറടി സഹിച്ച് സഹനത്തിന്റെ കാൽവറിയിലേക്ക് നടന്ന രക്ഷകന്റെ പാതകളെ പിന്തുടരുവാൻ കഴിയണം. സഹനം മാത്രമല്ല കാൽവറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ക്ഷമയും കരുതലും പ്രത്യാശയും പാപപരിഹാരവും എല്ലാം നമുക്ക് കാണാൻ കഴിയും. കാൽവറിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ വേദന നിറഞ്ഞതാണ്. പക്ഷേ അപ്പോഴും യേശു പറയുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി അല്ല, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരയുക എന്നാണ്. തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പിതാവിനോട് ക്ഷമ ചോദിക്കുന്ന ക്രിസ്തുവിനെ കാൽവറിയിൽ നാം കാണുന്നു. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞ് കള്ളന് പ്രത്യാശ നൽകുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാം. അമ്മയെ ശിഷ്യനെ ഏൽപ്പിക്കുന്ന കരുതലും കാൽവറിയിൽ കാണാൻ കഴിയുന്ന സവിശേഷതയാണ്. ഈ ജീവിത അനുഭവങ്ങളൊക്കെ നമുക്കും
ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയണം. കാൽവറിയിലെ മരണമല്ല, ഉയിർപ്പാണ് ക്രിസ്ത്യാനിയുടെ പ്രത്യാശ. ആ പ്രത്യാശയിലേക്കാണ് ഈ നോമ്പ് നമ്മെ കൊണ്ടുപോകുന്നത്. ദൈവപുത്രനെ പോലെ നമുക്കുമാകാൻ സാധിക്കുന്നില്ലെങ്കിലും അതിലൊരു അംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നോമ്പ് കൊണ്ട് സാധിക്കണം. വലിയ നോമ്പ് ആചരിക്കുന്ന ഈ കാലയളവിൽ മാത്രമല്ല, തുടർന്നുള്ള ജീവിതത്തിൽ വന്ന് തുടരാനാകണം. ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് വെറുതെ പറയുക മാത്രമല്ല, ക്രിസ്തുവിന്റെ ജീവിത സന്ദേശം ജീവിതത്തിൽ പകർത്താൻ കൂടി കഴിയണം. വിശ്വാസത്തിൽ ബലപ്പെടാനും രക്ഷയുടെ പ്രത്യാശയിലേക്ക് വളരാനും കഴിയണം. നമ്മുടെ നോമ്പ് ആചരണത്തിന്റെ പ്രചോദനവും നിമിത്തവും യേശു ക്രിസ്തുവിന്റെ മരുഭൂമി അനുഭവം ആണ്. കർത്താവിന്റെ മരുഭൂമി അനുഭവത്തിന് മുൻപും പിൻപും സംഭവിക്കുന്നതാണ് എന്നുമുള്ള നോമ്പ് അനുഭവത്തിൽ സംഭവിക്കേണ്ടത്. വിശുദ്ധ മർക്കോസ് ചുരുക്കം വാക്കുകൾ അത് വിവരിക്കുന്നത് ശ്രദ്ധേയമാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അത് നമുക്ക് കാണുവാൻ സാധിക്കും. സ്നാപനത്തിലൂടെ ലഭിച്ച അവബോധം, ദൗത്യ നിർവഹണത്തിന് സ്വീകരിക്കേണ്ട ശൈലി എന്തായിരിക്കണമെന്ന് ബോധ്യം നൽകിയ ഉപവാസം, ലഭിച്ച ദർശനത്തോടുള്ള അനുസരണം വെളിപ്പെടുത്തുന്ന പരസ്യശുശ്രൂഷ, ഈ 3 അനുഭവങ്ങളും പരസ്പര പൂരകങ്ങളായി യേശുവിൽ നമുക്ക് കാണാൻ കഴിയും. കർത്താവിന്റെ സ്വയ അവബോധത്തെ അരക്കിട്ടുറപ്പിച്ച സ്നാപനം, അതാണ് മരുഭൂമിയിലേക്ക് പോകുവാൻ ആത്മാവ് നിർബന്ധിച്ചപ്പോൾ അതിന് വിധേയപ്പെടുവാൻ കാരണമായത്. ആ നോമ്പ് അനുഭവത്തിന്റെ പരിണാമ ശക്തിയാണ് കർത്താവിന്റെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് ചാലക ശക്തിയായി പരിണമിച്ചത്. നാം ആരാണെന്നും ആരുടെ വകയാണെന്നും നമ്മോടുള്ള നമ്മുടെ സ്വർഗീയ പിതാവിന്റെ മനസ്സ് എന്താണെന്നും അറിയുന്നവർക്കാണ് നോമ്പ് അനുഭവം അർത്ഥവത്താകുന്നത്. നോമ്പ് അനുഭവം എന്നാൽ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ശക്തി ആർജിക്കുന്ന, ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന പ്രലോഭനങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഉപാധിയാണ്. യേശുവിന്റെ നോമ്പ് അനുഭവത്തിന്റെ റിസൾട്ടായി നാം കാണുന്നത് ദൗത്യ മേഖലയും ശൈലിയും തിരിച്ചറിഞ്ഞ് ലോകത്തിൽ ദൈവരാജ്യ ശുശ്രൂഷ നിറവേറ്റുന്നതാണ്. ബാഹ്യ ശക്തികളുടെ, ഞാൻ പറയും ഇൻക്ലൂഡിംഗ് സഭയുടെ പ്രേരണയാലോ നിയമങ്ങളുടെ നിർബന്ധത്താലോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ സംഭവിക്കേണ്ടതല്ല നോമ്പാചരണം. സ്വയ അവബോധത്തിന്റെ ആന്തരിക നിർബന്ധത്താൽ സംഭവിക്കേണ്ടതാണ്. കർത്താവിന്റെ നോമ്പ് അനുഭവം ലോകത്തിലുള്ള എല്ലാവരെയും രക്ഷയ്ക്ക് കാരണമായി എന്നാണ് നാം കാണുന്നത്. നമ്മുടെ നോമ്പ് അനുഭവം എത്ര പേരുടെ രക്ഷയ്ക്കായി ഭവിക്കുന്നുണ്ട് എന്ന ചോദ്യം സ്വയം ചോദിക്കുക. സഭയുടെ നോമ്പുകാല ലക്ഷണറി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാനാവിലെ കല്യാണ വിരുന്നിൽ ആരംഭിച്ച് യേശുവിന്റെ യെരുശലേമിലേക്കുള്ള രാജിക പ്രവേശനത്തിലും കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സദ്വാർത്തയിലുമാണ് അവസാനിക്കുന്നത്. ഇതിനിടയിലുള്ള ഞായറാഴ്ചകളിൽ നാം സുവിശേഷമായി വായിക്കുന്നതായിട്ടുള്ള വേദഭാഗങ്ങൾ നോക്കിയാൽ കുഷ്ഠരോഗിക്ക് കൊടുത്ത സൗഖ്യം, പക്ഷവാതക്കാരന് ലഭിച്ച സൗഖ്യം, കനാന്യ സ്ത്രീയുടെ മകൾക്ക് ലഭിച്ച സൗഖ്യം, കൂനിയായ സ്ത്രീക്ക് ലഭിച്ച സൗഖ്യം, കുരുടന് ലഭിച്ച സൗഖ്യം, ഇവയുടെ സദ്വാർത്തയാണ് വായിച്ച് കേൾക്കുന്നത്. ദൈവരാജ്യം നൽകുന്ന സന്തോഷം ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുക എന്നാൽ ദൈവരാജ്യം നൽകുന്ന പൂർണ്ണതയാണ് നാം ധ്യാനിക്കുക. അതായത് നോമ്പുകാലം ദൈവരാജ്യത്തിന്റെ വിരുന്നിന്റെയും ആഘോഷത്തിന്റെയും കാലമാണ് എന്നർത്ഥം. വർജനകാലം ആർജനത്തിന്റെ, ആഘോഷത്തിന്റെ കാലമാണ്. ഭൗതികമായ ആഹാര പദാർത്ഥങ്ങളുടെ വർജനം ആത്മീക കാര്യങ്ങളുടെ ആർജനത്തിനും ആഘോഷത്തിനുമുള്ള അവസരമാക്കണം. ആധ്യാത്മികമായി അഭിന്നതയും പക്വതയും പ്രാപിക്കുന്നതിനുള്ള അവസരമായി നോമ്പുകാലം മാറുമ്പോഴാണ് നോമ്പാചരണം അർത്ഥവത്താകുന്നത്. എന്തൊക്കെ വർജിക്കുമ്പോഴും എന്തൊക്കെ ആർജിക്കുമ്പോഴുമാണ് നോമ്പ് ദൈവത്തിന് പ്രസാദമുള്ള ഒന്നായി തീരുന്നത് എന്നതിന്റെ ചില മേഖലകൾ ചൂണ്ടിക്കാണിച്ച് ഈ പഠനം അവസാനിപ്പിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്.
ഇതൊരു എക്സോസ്റ്റീവ് ലിസ്റ്റ് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. മറ്റുള്ളവ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. ഒന്ന്, ഫാസ്റ്റ് ഫ്രം ജഡ്ജിങ് അതേഴ്സ്, ഫീസ്റ്റ് ഓൺ ക്രൈസ്റ്റ് ഇൻ ദം. മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവം അകറ്റുക, അവരിലെ ക്രിസ്തുവിനെ ആഘോഷിക്കുക. ഫാസ്റ്റ് ഫ്രം ജഡ്ജിങ് അതേഴ്സ്, ഫീസ്റ്റ് ഓൺ ക്രൈസ്റ്റ് ഇൻ ദം. മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവം അകറ്റുക, അവരിലെ ക്രിസ്തുവിനെ ആഘോഷിക്കുക. സ്നേഹവും ദയയും കരുണയും കാണിക്കുന്നവരിൽ യേശുവിനെ കാണാൻ എളുപ്പമാണ്. എന്നാൽ നമ്മൾ വിയോജിക്കുന്നവരിൽ എത്ര തവണ ക്രിസ്തുവിന്റെ മുഖം നാം കണ്ടെത്തുന്നുണ്ട്? മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാൻ നമുക്ക് എന്ത് അവകാശം? നാം എല്ലാവരും ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവരോടും അവരുടെ വ്യത്യസ്തതകളുമുള്ള അസഹിഷ്ണുതയല്ല, ചുങ്കക്കാരെയും വേശ്യകളെയും പോലും അംഗീകരിച്ച യേശുവിന്റെ വിശാലത വീണ്ടെടുക്കുവാനാണ് നോമ്പിലൂടെ നമുക്ക് കഴിയേണ്ടത്. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്ന യേശുവിന്റെ വാക്കുകളെ മനനം ചെയ്യുന്ന, നമുക്ക് ഇഷ്ടമില്ലാത്തവരിൽ പോലും ക്രിസ്തുവിനെ കണ്ടെത്തുന്ന, അവരോടൊപ്പം സന്തോഷം അനുഭവിക്കുന്ന സ്വഭാവം രൂപപ്പെടുത്താം. രണ്ട്, ഫാസ്റ്റ് ഫ്രം എക്സ്ട്രാവഗൻസ്, ഫീസ്റ്റ് ഓൺ ബെനവലൻസ്. അതിവ്യയം ഉപേക്ഷിക്കുക, ഔദാര്യം ആഘോഷിക്കുക. യേശുവിന്റെ ജീവിതം നൽകുന്ന പാഠം ഇതാണ്. യേശുവിന്റെ ആളത്വത്തെ ഒരു വാചകത്തിൽ വിശേഷിപ്പിച്ചാൽ സംശയമില്ലാതെ നമുക്ക് പറയാം, he was most miserly towards himself, whereas most benevolent towards others. യേശുവിന് സ്വന്തമെന്ന് പറയാൻ എന്താണ് ഉണ്ടായിരുന്നത്? ധരിച്ചിരുന്ന മേലങ്കി മാത്രം. എന്നാൽ കർത്താവിന്റെ ധാരാളിത്വത്തിന്റെ ഗുണഭോക്താക്കൾ വളരെയായിരുന്നു എന്ന് നമുക്കറിയാം. നമുക്കുള്ളതിൽ സന്തോഷം കണ്ടെത്തുന്നതിന് പകരം മറ്റുള്ളവർക്ക് അത് നമുക്കില്ലാത്തതിൽ അസ്വസ്ഥരാകുന്നവരാണോ നാം? എങ്കിൽ നോമ്പാചരണം അതിൽ നിന്നുള്ള മോചനം പ്രാപിച്ച് ദൈവത്തോടും ചുറ്റുപാടുകളോടും നന്ദി പറയുവാൻ നമ്മെ സജ്ജരാക്കുന്നത് ഉപാധികളാക്കി മാറ്റണം. കൃതജ്ഞ ഒരു വികാരം എന്നതിനേക്കാൾ ഒരു തിരഞ്ഞെടുപ്പാണ്. നമുക്കുള്ളത് അംഗീകരിക്കുകയും എല്ലാ നല്ല കാര്യങ്ങളുടെയും ഉറവിടമായി ദൈവത്തിന് നന്ദിയും സ്നേഹവും നൽകുകയും ചെയ്യുക എന്നതാണ് ആ തിരഞ്ഞെടുപ്പ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ ആവശ്യങ്ങളെക്കാൾ പ്രയോറിറ്റി നൽകുന്നതാണ് നോമ്പിന്റെ റിസൾട്ട്. മൂന്ന്, ഫാസ്റ്റ് ഫ്രം വറി, ഫീസ്റ്റ് ഓൺ ട്രസ്റ്റ് ഇൻ ഗോഡ്. ആശങ്ക വർജിക്കുക, ദൈവാശ്രയം ആഘോഷിക്കുക. ദൈവാശ്രയത്തിലേക്ക് മടങ്ങി വരിക. ആശങ്കയിൽ നിന്ന് അകന്നിരിക്കുന്നവർക്ക് മാത്രമേ വിശ്വാസത്തിന്റെ വിരുന്ന് ആസ്വദിക്കുവാൻ കഴിയൂ. നാല്, ഫാസ്റ്റ് ഫ്രം സ്ട്രെസ്, ഫീസ്റ്റ് ഓൺ പ്രേയർ. സമ്മർദ്ദത്തിൽ നിന്ന് മാറിയിരിക്കുക, പ്രാർത്ഥനയിൽ വസിക്കുക. നോമ്പ് കാലത്തിന്റെ പ്രാഥമിക എക്സസൈസിൽ ഒന്നാണ് പ്രാർത്ഥന. നോമ്പ് കാലത്തെ സവിശേഷമാക്കുന്ന ഉപവാസവും ദാനധർമ്മവും പ്രാവർത്തികമാക്കാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നത് പ്രാർത്ഥനയാണ്. ദാനിയേലിന്റെ ജീവിതത്തെ വ്യത്യസ്തമാക്കിയത് ഉപവസിച്ചും രട്ടെടുത്തും വെണ്ണീരിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടെ യാചനയോടും കൂടെ ദൈവത്തിന്റെ മുഖം തിരിച്ചതാണ് എന്ന് ദാനിയേൽ 9 നാം കാണുന്നു. അഞ്ചാമത്തേത്, ഫാസ്റ്റ് ഫ്രം ആങ്കർ, ഫീസ്റ്റ് ഓൺ ഫർഗിവ്നെസ്. കോപം ഒഴിവാക്കുക, ക്ഷമയിൽ ആനന്ദിക്കുക. ക്ഷമിക്കുക എന്നത് എപ്പോഴും വെല്ലുവിളി നിറഞ്ഞതാണ്. കാരണം അതിന് കണക്ക് നോക്കാത്ത ഔദാര്യം ആവശ്യമാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് അറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെട്ട കർത്താവ് ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത് 70 വട്ടം ക്ഷമിക്കാനായിരുന്നുവല്ലോ. ചില വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ ബാബു പോൾ എഴുതിയത് ഞാൻ ഓർക്കുന്നു. 70 എന്ന് പറയുന്നത് 7 into 70 അല്ല, 7 to the power of 70 ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അതൊന്ന് കണക്കൂട്ടാൻ ശ്രമിച്ചു. 17 തവണ കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈൽ സ്റ്റക്കായി. ഇന്നലെ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ലഭിച്ച ഉത്തരം മൈൻഡ് ബോഗ്ലിംഗ് ആണ്.
60 ഡിജിറ്റ്സ് ഉള്ള ഒരു സംഖ്യയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം 100 വയസ്സ് വരെ ജീവിച്ചാൽ വരുന്ന മണിക്കൂറുകൾ സെക്കൻഡ്സ് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 10 ഡിജിറ്റ് മാത്രമാണ്. അത് നമുക്ക് പറയാനും സാധിക്കും. 315,56,95,200 നിമിഷങ്ങളാണ് 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരാളിന്റെ ആയുസ്, അല്ലെങ്കിൽ അത്രയാണ് സമയം. അതായത് ദൈവത്തിന്റെ ക്ഷമയുടെ അളവ് അസംഖ്യമാണെന്നും യേശു നമ്മോട് ആവശ്യപ്പെടുന്നതും ആ സ്വഭാവമാണ് എന്നും അല്ലാതെ മറ്റെന്താണ്. നിങ്ങൾ മറ്റുള്ളവരുടെ ലംഘനങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിതാവും നിങ്ങളുടെ ലംഘനങ്ങൾ ക്ഷമിക്കയില്ല എന്ന കർത്താവിന്റെ വാക്കുകളും നാം ഇന്നാളുകളിൽ മനനം ചെയ്യേണ്ടതുണ്ട്. 6ാമത്, ഫാസ്റ്റ് ഓൺ ഇൻജസ്റ്റിസ്, ഫീസ്റ്റ് ഓൺ ദ റൈച്ചസ്നസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അനീതിയോട് രാജിയില്ലാതിരിക്കുക, ദൈവരാജ്യ നീതിയിൽ സന്തോഷിക്കുക. 70 വട്ടം ക്ഷമിക്കുക എന്നാൽ ഏത് അനീതിയോടും കണ്ണടയ്ക്കുകയാണ് ഒരു ക്രിസ്തു വിശ്വാസി ചെയ്യേണ്ടത് ചിന്തയ്ക്ക് സാധ്യതയുണ്ട്. 70 വട്ടം ക്ഷമിക്കുക എന്ന് പറഞ്ഞവൻ ചാട്ടവാർ എടുത്തിട്ടുണ്ട് എന്നും കപട ഭക്തിക്കാരെ വെള്ളം തേച്ച ശവക്കല്ലറുകളെ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട് എന്നും അത്തിയെ ശപിച്ചിട്ടുണ്ടെന്നും നാം മറക്കരുത്. 5ാമത്തേത്, വ്യക്തിതലത്തിലുള്ള മുറിവുകളോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കണമെന്ന് സൂചിപ്പിക്കുമ്പോൾ 6ാമത്തേത്, സാമൂഹ്യ തലത്തിലെ അനീതിയോടുള്ള പ്രതികരണം എന്തായിരിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതിനുള്ള ഒരു നല്ല ഉദാഹരണം ഈ അടുത്ത സമയത്ത് സംഭവിച്ചത് നമ്മൾ ഏവരും വായിച്ചിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. വാഷിംഗ്ടൺ DC-യിലെ നാഷണൽ കത്തീഡ്രലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മറ്റുള്ളവരെ സംബന്ധിച്ചപ്പോൾ ബിഷപ്പ് മാരിയൻ എഡ്ഗാർ ബെഡി ചെയ്ത നീതി, കരുണ, സത്യം എന്നിവയെക്കുറിച്ചുള്ള പ്രസംഗം. അവസാനമായി, ഫാസ്റ്റ് ഫ്രം ഗോസിപ്പ്, ഫീസ്റ്റ് ഓൺ സൈലൻസ്. പരദൂഷണത്തിൽ നിന്ന് ഉപവസിക്കുക, നിശബ്ദതയിൽ ആനന്ദിക്കുക. സോഷ്യൽ മീഡിയയ്ക്ക് നന്മകൾ വളരെയുണ്ടെങ്കിലും ഗോസിപ്പ് അഥവാ വ്യാജ വാർത്ത ആൻഡ് പരദൂഷണം എന്ന തിന്മ മറ്റെല്ലാ നന്മകളെയും നിഷ്ഫലം ആക്കുന്നതാണ്. ഏതെങ്കിലും ഒരാളെ കുറിച്ച് ഒരു കാര്യം കേട്ടാൽ അത് തന്നെ പലപ്പോഴും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തതായിരിക്കും. പിന്നെ വരുന്ന കമന്റ്സ് 99% ആരോപണ വിധേയനയോ പറഞ്ഞ സന്ദർഭമോ അറിയാതെയുള്ളവയാണ് എന്ന് നമുക്കറിയാം. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇപ്പോൾ ഉദാഹരണമായി പുൾപിറ്റിൽ നിന്ന് ഒരു അച്ഛൻ പ്രസംഗിക്കുന്നു. ആ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ ഒരാൾക്ക് ആവശ്യമുള്ള ഭാഗം അടർത്തിയെടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നു. എന്റെ സംശയം എന്ന് പറയുന്നത് ഇത് റീടേക്ക് അല്ല, അത് ആക്ച്വലായി പറഞ്ഞപ്പോൾ വന്ന അബദ്ധമോ തെറ്റോ ആണ്. അതെങ്ങനെയാണ് ഒരാൾ റെക്കോർഡ് ചെയ്യുന്നത്? അതിന്റെ അർത്ഥം ഈ അച്ഛൻ പുൾപിറ്റിലേക്ക് പോകുന്ന ആ സമയത്ത് തന്നെ യേശുക്രിസ്തുവിന്റെ കാലത്ത് പരീശന്മാർ ചെയ്തിരുന്നത് പോലെ വാക്കിൽ എങ്ങനെയാണ് ഇവനെ കൊടുക്കാൻ കഴിയുന്നത് എന്ന് അന്വേഷിച്ചുകൊണ്ട് ഇത് റെക്കോർഡ് ചെയ്യുകയാണ്. എന്നിട്ട് ആ അച്ഛനോ അല്ലെങ്കിൽ തിരുമേനിയോ ആരെങ്കിലും ആകട്ടെ, സുവിശേഷകനോ ആരെങ്കിലും ആയിക്കോട്ടെ, പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഉള്ളത് പറയുമ്പോൾ അതിൽ നിന്ന് അടർത്തിയെടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്ത് അത് വലിയ ആഘോഷമാക്കി മാറ്റുന്ന ഒരു കാലം അതിലാണല്ലോ നമ്മൾ മുൻപോട്ട് പോകുന്നത്. ഇതിനൊക്കെ നമ്മളെല്ലാം ഇരകളായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഈ പറഞ്ഞ സന്ദർഭം എന്താണെന്നോ ഈ ആരോപണ വിധേയൻ ആരാണെന്നോ ഒന്നും നമുക്കറിയാൻ പാടില്ല. ഒരു കാര്യം മറ്റൊരാളോടോ സോഷ്യൽ മീഡിയയിലോ പ്രചരിപ്പിക്കുമ്പോൾ ചോദിക്കേണ്ട 3 ചോദ്യങ്ങൾ സോക്രട്ടീസ് എന്ന ഫിലോസഫർ നൽകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
ഈസ് ഇറ്റ് ട്രൂ? ഈസ് ഇറ്റ് കൈൻഡ്? ഈസ് ഇറ്റ് നെസസറി? നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ദയയില്ലാതെ സംസാരിക്കുമ്പോൾ അത് ബന്ധങ്ങൾക്ക് നാശമുണ്ടാക്കുകയും ഒടുവിൽ ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഭിന്നത ഉണ്ടാക്കുകയും ചെയ്യുമെങ്കിൽ അതിൽ നിന്ന് അകന്നിരിക്കാൻ, നിശബ്ദരായിരിക്കാൻ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഗോസിപ്പിന്റെ പ്രലോഭനത്തെ നാം നേരിടുമ്പോൾ നിശബ്ദത പാലിക്കുവാനായിട്ട് നാം തീരുമാനിക്കേണ്ടത് ഉണ്ട്. ഗോസിപ്പിനെ മറികടക്കാനുള്ള ഏറ്റവും നല്ല വഴി നിശബ്ദതയാണ്. മറ്റൊരാളുടെ ഗോസിപ്പ് നേരിടുമ്പോൾ നമുക്ക് സംഭാഷണം നിർത്തി കൂടുതൽ പോസിറ്റീവ് ഇടപെടലുകൾ നടത്താൻ തീരുമാനിക്കാം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങൾ കൂടി പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ എഫെസ്യ ലേഖനം 4-ാം അധ്യായം 15-ലും കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് എന്ന എഫേസ്യർ 4:29-ലും വിശുദ്ധ പൗലോസ് പറയുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ലഭിക്കുന്ന സന്തോഷത്തിലേക്ക് നോമ്പ് അനുഭവം നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കേണ്ടതുണ്ട്. ഫീസ്റ്റ് ഓൺ സൈലൻസിൽ ഒരു കാര്യം കൂടെ ചേർക്കേണ്ടതുണ്ട്. വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും നിശബ്ദത പാലിക്കാനും അത് ആസ്വദിക്കുവാനും നമുക്ക് കഴിയണം. നമുക്ക് ദൈവത്തോടും ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? പ്രകമ്പനം കൊള്ളുന്ന ശബ്ദങ്ങളുടെ മധ്യത്തിലാണോ അതോ നിശബ്ദതയിലാണോ? ഞാൻ കരുതുന്നു നിശബ്ദതയിലാണ് എന്ന്. ഇതൊരു പക്ഷേ സബ്ജക്റ്റീവ് ആയിരിക്കാം. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 11-12 വാക്യങ്ങൾ യഹോവ ഏലിയാവിനോട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. ഈ വാക്കുകൾ ഇന്നാളുകളിൽ നമ്മൾ മനനം ചെയ്യുകയും ദൈവം നേർത്ത സ്വരത്തിൽ സംസാരിക്കുന്നത് കേൾക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നിശബ്ദത അല്ലെങ്കിൽ ധ്യാനം നടത്തുകയും ചെയ്യുന്നുള്ള അവസരമാണ് ഈ നോമ്പിന്റെ അവസരം എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിൽ കാണുന്ന മാതൃകയിൽ പ്രചോദിതരായി ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വിളിച്ച കർത്താവിന്റെ ശൈലിയിൽ നമ്മുടെ പ്രവർത്തന മേഖലകളിലായിരിക്കുമ്പോൾ നമ്മെ ശക്തീകരിക്കുന്ന അവസരമാക്കി ഈ നോമ്പിന്റെ ആചരണത്തെ നമുക്ക് ഉപയോഗിക്കാം. ദൈവരാജ്യ അനുഭവത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് ദൈവരാജ്യത്തിന്റെ രുചി അനുഭവിച്ചും രുചി പകർന്ന് മുന്നോട്ട് പോകുന്നതിന് നമ്മെ സജ്ജരാക്കുന്ന അവസരമാക്കി നോമ്പ് കാലത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അങ്ങനെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി മാറാൻ നമ്മുടെ നോമ്പാചരണം സഹായിക്കട്ടെ. നാം ആചരിക്കുന്ന നോമ്പ് ദൈവത്തിന് പ്രസാദമുള്ളതാക്കി തീർക്കുവാൻ ദൈവാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. താങ്ക് യു ഫോർ ദ പേഷ്യന്റ് ലിസണിംഗ്. ഇനി നമുക്ക് അനൗൺസ്മെന്റ്സ് കേട്ട ശേഷം ബാക്കി തുടരാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട വിൽസൺ കരിമ്പന്നൂർ അനൗൺസ്മെന്റ്സ് നടത്തും. നമസ്കാരം അച്ഛൻ. നമ്മളെ അനൗൺസ്മെന്റ് ഉള്ളത് അടുത്ത ശനിയാഴ്ചത്തെ പ്രോഗ്രാമാണ്. അടുത്ത ശനിയാഴ്ച നമ്മളെ പരിസ്ഥിതി പുനഃസ്ഥാപനം എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ ലെക്ചർ അഭിലാഷ് ആർ എന്ന അധ്യാപകനാണ് പ്രസംഗിക്കുന്നത്. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ല ടോക്കാണ്. പ്രത്യേകിച്ച് അഭിലാഷ് സാറ് പരിസ്ഥിതിയുടെ വളരെ പ്രശസ്തനായ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്ന ആളാണ്. സാറിന് മീറ്റിംഗ് ആണ് അടുത്ത ശനിയാഴ്ച. എല്ലാവരും
ഇതേ ലിങ്കിലും ഇതേ പാസ്വേഡിലും സംബന്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള ദൈവപ്രകാരമുള്ള നോമ്പ് എന്ന വിഷയത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ജി വർഗീസ് അച്ഛൻ വളരെ വിശദമായി നമുക്ക് നല്ലൊരു ടോക്ക് നടത്തി നമ്മെ സഹായിച്ചു. അച്ഛൻ സൂചിപ്പിച്ചതുപോലെയും കർത്താവ് ആഗ്രഹിക്കുന്ന പോലെയും യഥാർത്ഥ നോയമ്പിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്താണ് നോയമ്പിൻ്റെ ലക്ഷ്യം? അത് നമ്മിലൂടെ നടക്കട്ടെ. പ്രത്യേകിച്ച് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരുവാനും നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെട്ട് നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബങ്ങളുടെ ജീവിതം, നമ്മുടെ ഇടവകയുടെ ജീവിതം അത് രൂപാന്തരപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ വെളിച്ചവും ഉപ്പുമായി തീരുവാൻ ഇടയാണ്. കർത്താവ് അതാണല്ലോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അല്ല നമ്മളിപ്പം 50 ദിവസം നോമ്പാചരിച്ചാലും 365 ദിവസവും നോമ്പാചരിച്ചാലും ഇതെല്ലാം ആഹാരമെല്ലാം വെടിഞ്ഞിട്ടായാലും ഇറച്ചി മാത്രം വെടിഞ്ഞിട്ടായാലും ഇതൊന്നും പ്രസക്തമാകുകയില്ല. ഈ കാര്യങ്ങൾ എന്താണോ അതിൻ്റെ ലക്ഷ്യം അത് നടക്കുന്നില്ല എങ്കിൽ. അതുകൊണ്ട് ഏതെല്ലാം രീതിയിൽ നമ്മൾ വ്രതാനുഷ്ഠാനങ്ങൾ എല്ലാ മതങ്ങൾക്കും ഉണ്ട്. ക്രിസ്തീയ സഭകൾക്ക് അതിന് അനുഷ്ഠാനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മുടെ സഭയിൽ ഇന്ന രീതിയിലെന്ന് പ്രത്യേക നിഷ്കർഷയുണ്ടെന്നൊന്നും ശഠിക്കുന്നില്ല. എന്നാൽ അത് നമുക്ക് വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുകയും മുൻപോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ചിലർ മാംസാഹാരം ഉപേക്ഷിക്കുന്നു, മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നു. പക്ഷേ വെജിറ്റേറിയൻ പുലാവും അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ പലതരം മധുരപലഹാരങ്ങൾ, ഡെസേർട്ട്, പലതരം പായസം എല്ലാം കൂടെ ചേർത്ത് ഐസ്ക്രീമും ഒക്കെ ചേർത്ത് വലിയ സദ്യ കഴിക്കുന്നുണ്ട്. എന്താ അതിൻ്റെ വ്യത്യാസം? നോൺ വെജും വെജുമായിട്ട് വല്ല വ്യത്യാസമുണ്ടോ അവിടെ? അപ്പം അതല്ല, എന്താണോ കർത്താവ് ആഗ്രഹിക്കുന്നത് അതിനകത്തിൽ നമ്മൾ ചില ചിട്ടകൾ, ക്രമീകരണങ്ങൾ ഒക്കെ വരുത്തി നമ്മുടെ ജീവിതത്തിൽ ചില വ്രതങ്ങൾ വരുത്തി നമുക്ക് രൂപാന്തരപ്പെടാനുള്ള സാഹചര്യമാകട്ടെ. അതിന് അച്ഛൻ്റെ ഈ ടോക്ക് നമ്മളെ തീർച്ചയായിട്ടും പ്രചോദിപ്പിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം പ്രസാദിക്കുന്ന നോയമ്പെന്താണ്? അതായിരുന്നല്ലോ ഇന്നത്തെ നമ്മുടെ പഠനം. അതിന് സഹായിച്ച അച്ഛനുള്ള പ്രത്യേകം നന്ദി. ശ്രീ വി എ ജേക്കബ് സാർ, വോട്ട് ഓഫ് താങ്ക്സ്. കൃതജ്ഞത പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ. പ്രിയരെ, ഈ ലൈവ് വെബിനാറിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ പേരിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. നമുക്ക് തുടർച്ചയായിട്ട് 242 വെബിനാറുകൾ തുടർച്ചയായിട്ട് നടത്തുവാനായിട്ട് ദൈവം സഹായിച്ചു. അതിന് ആദ്യമായിട്ട് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊള്ളുന്നു. നമുക്കിന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയത് റവറൻഡ് ഡോക്ടർ ജി വർഗീസ് അച്ഛനാണല്ലോ. ദൈവത്തിന് ഇഷ്ടമുള്ള നോമ്പ് എന്ന വിഷയം വലിയ ആഴത്തിലുള്ള ഒരു ഗഹനമായ പഠനമാണ് അച്ഛനെ ഇവിടെ നടത്തിയത്. നോമ്പ് എപ്പോഴാണ് ആധ്യാത്മിക അനുഭവമാകുന്നത്? നോമ്പ് ഏത് വിധത്തിലാണ് ആചരിക്കേണ്ടത്? അതായത് ഉപരിപ്ലവമായ അഭിനയഭക്തി ആണോ, അല്ലെങ്കിൽ അതല്ല നോമ്പെന്നത് അവബോധത്തിന്റെ ആന്തരിക ശക്തി ലഭിക്കുന്ന അനുഭവം? അതായിട്ട് അച്ഛൻ ഇവിടെ അവതരിപ്പിച്ചു. അച്ഛൻ്റെ ഘനഗംഭീരമായ ഈ വിഷയത്തിന്റെ അവതരണത്തിനായിട്ട് അച്ഛനെ പ്രത്യേകമായിട്ട് ഞാൻ ഇവിടെ നന്ദി പറയുന്നു. ഈ പ്രഭാഷണത്തിനായിട്ട് അച്ഛനെ ഒരുങ്ങി ഇത്രയും സമയം ഇതിനായിട്ട് മാറ്റിവെച്ച അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാൻ ഇവിടെ അറിയിച്ചുകൊള്ളട്ടെ. അടുത്ത സമയത്ത് അച്ഛൻ്റെ ഒരു ക്ലാസ് മാനവികതയുടെ സ്ഥായി ഭാഗങ്ങൾ എന്ന വിഷയത്തിലൊരു പ്രഭാഷണം കേൾക്കാനിടയായി. അച്ഛൻ്റെ മനോഹരമായ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടെ ഈ വെബിനാർ ഞങ്ങൾ ചെയ്തു തന്ന ഈ ക്ലാസ്സിന് വേണ്ടി നന്ദി പറഞ്ഞുകൊള്ളട്ടെ. നമുക്ക് ഇന്ന് സ്വാഗത സന്ദേശം നൽകുകയും മോഡറേറ്റർ ആയിട്ടിരിക്കുകയും ചെയ്തത് പി മാത്യു അച്ഛനാണല്ലോ. ഈ ഫോറത്തിൽ അച്ഛൻ നൽകുന്ന എല്ലാവിധ പിന്തുണയ്ക്കും അച്ഛൻ നൽകുന്ന എല്ലാ പ്രചോദനങ്ങൾക്കുമായിട്ട് നന്ദി പറയുന്നു. അച്ഛൻ ഈ ഫോറത്തിന്റെ ഒരു വളരെ സജീവമായ എപ്പോഴും ഒരു അച്ഛനാണ്. അച്ഛനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. ഇപ്പോഴേ നമുക്ക് പ്രാരംഭ ഗാനവും പ്രാരംഭ പ്രാർത്ഥനയും നടത്തിയത് ബെന്നി തോമസ് പരിമണമാണ്. ബെന്നി നമ്മുടെ ഒരു അഡ്മിനാണ്.
നമ്മുടെ ഈ വെബിനാറുകൾക്കുള്ള ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ബെന്നിയാണ്. ബെന്നി ഇപ്പോൾ US-ലാണ്. വളരെ അർത്ഥവത്തായിട്ട്, വളരെ ക്രിയാത്മകമായിട്ട്, വളരെ ആക്റ്റീവായിട്ട് ഈ ഫോറത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയും ഫോറത്തിന് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ബെന്നി തോമസിനോടുള്ള ഹൃദയംഗമായ നന്ദി ഞാൻ ഇവിടെ നടത്തിക്കൊള്ളട്ടെ. നമുക്ക് അനൗൺസ്മെന്റ് നടത്തുന്നത് വിൽസനാണ്. വിൽസൺ ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഡ്മിനാണ്. ഇതിന്റെ പിന്നിലെ പ്രധാന ശക്തി, ഇതിന്റെ ചുമതല എല്ലാം എടുക്കുന്നത് വിൽസനാണ്. വിൽസനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. നമുക്ക് പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ജോസ് മാത്യു നെറൂൾ ഇടവക അംഗമാണ്. ജോസ് മാത്യുവിനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. അതോടൊപ്പം ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും, എല്ലാ സ്നേഹത്തോടുകൂടിയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉള്ള നന്ദി, സ്നേഹം, കൃതജ്ഞത ഞാൻ ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇതിൽ നിന്ന് വിരമിക്കട്ടെ. താങ്ക് യു. ബഹുമാനപ്പെട്ട ജി വർഗീസ് അച്ഛൻ തന്നെ കൺക്ലൂഡിംഗ് പ്രാർത്ഥനയെ ആശീർവാദം നടത്തുകയാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവവുമേ, ഒരു നോമ്പുകാല അനുഭവത്തിലേക്ക് അവിടെ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നുവല്ലോ. നന്ദിയോടെ സ്തോത്രം. നോമ്പ് എന്തിനാണ് എന്നും നോമ്പിലൂടെ സാധിക്കേണ്ടത് എന്താണ് എന്നും എപ്പോഴും ചിന്തിപ്പാൻ, അത് എത്ര നാൾ ഏതൊക്കെ വിധത്തിൽ ഞങ്ങൾ ആചരിച്ചു എന്നതല്ല, ഏതു വിധത്തിൽ അത് ദൈവത്തിന് പ്രസാദകരമായി തീർന്നു എന്ന് പരിശോധിപ്പാൻ ദൈവമായ കർത്താവെ, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായി ഞങ്ങളെ തന്നെ പുനഃസമർപ്പണം ചെയ്യുവാൻ ഇത് ഒരു അനുഭവമാക്കി തീർക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. സഭയ്ക്കായി ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. സഭാനാഥനായ ക്രിസ്തുവിന് വിധേയപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുവാൻ ഞങ്ങളെ എല്ലാം പ്രാപ്തരാക്കണമേ. ഈ രാത്രി സുഖകരമായ വിശ്രമം ഞങ്ങൾക്ക് തരണമേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ അവിടുന്ന് തുടർന്നും ശക്തീകരിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ.